വണ്ടിയും വാഹനങ്ങളൊക്കെ ഹുബ്ബ് റസൂലിന്റെ സ്റ്റിക്കർ കൊണ്ട് നിറയുമ്പോഴും ഹൃദയത്തിലേക്ക് അത് കടന്നു വരാതിരിക്കുമ്പോൾ വെറുതെ ആയിപ്പോവാണ്. അതുകൊണ്ട് ദിയാറക്കുമോ ഹല്ലു, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ തൽക്കാലം ഒഴിവാക്കുക. വീട്ടിലെ ചിന്തകളും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തൽക്കാലം മറന്നേക്കുക. ദറാരീക്കുമോ ദറു, മക്കളെ കാര്യം, ഫാമിലി എല്ലാം ഒഴിവാക്കുക. ആശിഖ് മദ്ഹ് പറയാനിരിക്കുമ്പോൾ അതിനൊന്നും ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകാൻ പാടില്ല. പിന്നെന്താക്കണം? ഇലാ ത്വയ്ബത്തിൻ സീറു, ഹൃദയം കൊണ്ട് മദീനയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക. ഹൃദയം കൊണ്ട് മദീനയിലേക്ക് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക. ഒന്ന് ശ്രമിച്ചു നോക്ക്. നമുക്ക് അതിനാദ്യം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ മറ്റുള്ള എല്ലാ കണക്ഷനും നമ്മൾ മാറ്റി വെക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ദിയാറക്കുമോ ഹല്ലു ദറാരിക്കുമോ ദറു, എല്ലാ ബന്ധങ്ങളും മാറ്റിയിട്ട് നിങ്ങൾ മദീനയിലേക്ക് സഞ്ചരിക്കും. അവിടെ പോയി ആ മദീനയിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയങ്ങൾ അവിടെ എത്തട്ടെ. അവിടെ എത്തുമ്പോൾ നമുക്കറിയും എന്താണ് സ്നേഹിച്ചവരുടെ കഥ. നമുക്ക് പറയാൻ പറ്റും, കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. മദീനയിലെ മിമ്പറിന്റെ കഥ, ഉഹുദ് മലയുടെ കഥ, ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ കുറെ പാട്ട് കേട്ടാൽ കിട്ടുന്ന ഒന്നുമല്ല. ശരീരത്തിനോടൊരു മുജാഹദ ചെയ്ത്, ത്യാഗം ചെയ്ത് നമ്മൾ അങ്ങനെ പ്രവാചകനെ പറ്റിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള മദ്ഹുകൾ കേൾക്കാനും പറയാനും തുടങ്ങിയാൽ ഹൃദയത്തിൽ അതിന്റെ പരിവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുണ്ടാകും. അങ്ങനെയുണ്ടായാൽ പ്രവാചക സ്നേഹികൾക്ക് പ്രകടമാകേണ്ട അടയാളങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുറച്ച് ഉസ്താദുമാർ ഇങ്ങനെ വാക്കിയാത്തിൽ പോയി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ അവിടെ പ്രദർശിപ്പിക്കുകയും അതിന്റെ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്നോട് പോയി വന്നപ്പോൾ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, പിന്നെ അത് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. തെളിവാണ്, വേറെ സ്ഥലത്തൊക്കെ പിന്നെ ഇത് വിശ്വാസികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോകും. ഇഷ്ക് ഈമാൻ